എനിക്കൊരു ഗിഫ്റ്റ് തന്നല്ലോ അപ്പാ, ഞാൻ എന്തായാലും അത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. മാഷാ എന്താപ്പാ, അല്ല എൻ്റെ ഗിഫ്റ്റ് എന്താപ്പാ? അബ്ദുൽ കലാമൊക്കെ പോലെപ്പാ ഇരി. എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു, എൻ്റെ ഗിഫ്റ്റിങ് കൊണ്ടുപോകാപ്പാ മനുഷ്യന്മാരല്ല. അള്ളാഹു വേണ്ട. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. ഇൻഷാ അല്ലാഹ് ഞാനിത് ഈ മജ്ലിസിൽ ഏലം വിളിക്കുക. ഇതിനെന്ത് കിട്ടുന്നോ അത് അൽഹംദുലില്ലാ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഞാൻ കൊടുക്കും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഒരു ആയത്തിൽ കുറിച്ച് ചോദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ ഓതിയ ആയത്തിൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഇത് ഏത് വീട്ടുകാരനാണോ കൊണ്ടുപോകുന്നത് ആ വീട്ടിൽ പടച്ചവനെ ഷർറും മുസീബത്തും ഇടങ്ങേറും സിഹുറും അല്ലാഹുവേ സർവ്വ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് നീ സംരക്ഷണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ കുടുംബത്തെ നീ കുടുംബസമേതം നീ സ്വർഗത്തിലെത്തിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഒരു സദഖ പറയടോ. ഇൻഷാ അല്ലാഹ് ഇതിനൊരു സദഖ പറ. എന്താപ്പം മിണ്ടാതിരിക്കണത്? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരു സദഖ പറ. തുടങ്ങിക്കോ. അൽഹംദുലില്ലാ. ഒരാൾ 1000 രൂപ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവന്. ഒരാൾ 5000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ ഇത് വാങ്ങിക്കൊണ്ടുപോകുന്ന കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാൻ. 5000. ഇനിയുണ്ടോ? പെട്ടെന്ന് സമയമില്ല, തണുപ്പ്. ഉണ്ടോ? 5000 രൂപയുള്ളൂ ഇത്രയും വലിയൊരു സാധനത്തിന്? അൽഹംദുലില്ലാ. അവിടെ 10000 രൂപ വിളിച്ചു. അൽഹംദുലില്ലാ. 10000 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനാണ്. എവിടെ വഴുതുണ്ടെങ്കിലും ഓടി വരുന്ന പൊന്നുമോനാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ആ സഹോദരന്റെ മുഖത്ത് കണ്ട സന്തോഷം നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ തമ്പുരാനെ. ആ പൊന്നുമോനെ നീ ഏറ്റെടുക്കണേ അല്ലാ. ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ദുആ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 11000 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ ആ സഹോദരൻ 11000 രൂപ നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഒരു സഹോദരൻ 15 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ ആ സഹോദരന്റെ സദഖ സ്വീകരിക്കണേ അല്ലാ. പത്തനാപുരത്ത് കിടക്കുന്ന ഉസ്താദ്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പ്രതിഫലം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ഈ നാട്ടിൽ കിടക്കുന്ന എനിക്കും വേണമെന്ന ആഗ്രഹത്തോടെ 15 രൂപ വിളിച്ചിരിക്കുന്നു. സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. നല്ല മരണം കൊടുക്കണേ അല്ലാ. 16000 രൂപ. ഇനി ഉണ്ടോ ആരെങ്കിലും? 16 ഉണ്ട്, ഉറപ്പിക്കട്ടെ. 20000 രൂപ. 20000 രൂപ. 21000 രൂപ. പെട്ടെന്ന് വിളിക്കണം, പോലീസുകാരൊക്കെ നോക്കി നിൽപ്പുണ്ട്. ഉടച്ചോനെ സമയം തീരാറായി. 21, 22, 23, 25, 25. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടിയുള്ള 2 പേര് എൻ്റെ കൂട്ടുകാരാ. 2 പേര്. 26. 2 പേര് എൻ്റെ കൂട്ടുകാരാ. 2 പേര് എന്നെ ഇഷ്ടപ്പെടുന്നവരാ. അള്ളാഹു സ്വർഗത്തിലും കൂട്ടുകാരാക്കി തരുമാറാകട്ടെ. 26. എന്താ വേണ്ടേ മോനെ? 30000 രൂപ. 31, 33, 35, 35. അള്ളാഹു കബൂലാകുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ 35000 രൂപ. ഇനി എന്താ? 35,
മോനെ 40,000 സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ അല്ലാഹുവേ 40,000 രൂപ ഉസ്താദേ, ഇതിനകത്ത് എന്തോ ഒരു ഖൈറുണ്ടെന്ന പൊന്നുമോൻ അറിയാൻ തമ്പുരാനെ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, ആ പാപപ്പെട്ടവനെ നീ കൈവിടല്ലേ അല്ലാ. 41 50,000 രൂപ. കുലോ തക്ബീർ, കുലോ തക്ബീർ, കുലോ തക്ബീർ. അല്ലാഹുവേ റഹ്മാൻ റഹീമായ റബ്ബേ, അല്ലാഹുവേ രണ്ടുപേരും മത്സരിക്കുന്നു റബ്ബേ, ആർക്ക് കൊടുക്കണമെന്നറിയില്ല റഹ്മാനെ, നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. 50,000 50,000 എന്ത് വേണോ അപ്പൊ ഉറപ്പിച്ചേക്കട്ടെ. 51 വിട്ടുകൊടുക്കൂല. 51 അൽഹംദുലില്ലാ. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും മത്സരിച്ചതുപോലെ 2 ചെറുപ്പക്കാർ നടത്തുന്ന മത്സരമാണ്. 51 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയിപ്പോ എന്താ വേണ്ടേ മോനെ? 55 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങളുടെ കാല് കിടക്കുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ, ഇവരൊരു തീരുമാനമൊക്കെ ഉണ്ട്. 55 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നീ സ്വീകരിക്കണ പടച്ചവനെ, അർഹമായ പ്രതിഫലം കൊടുക്കണ റഹ്മാനെ. 55,000 1/2 എന്താ അൽഹംദുലില്ലാ. ഇനി 1,00,000 രൂപയാ വേണ്ടേ, ഇപ്പൊ അത് 55 വരെ എത്തി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 55 സമയം വേണോ ആലോചിച്ച ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു അലം. എന്താപ്പാ 55 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദമനെ 56 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, അള്ളാഹുവേ ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. ആ പൊന്നുമോന്റെ മനസ്സു നിനക്കറിയാം, നീ കൈവിടല്ലേ തമ്പുരാനെ, ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. 56 മോനെ, ഓൻ 60,000 വിളിച്ചു, നീ വേണമെങ്കിൽ 63 വിളിച്ചിട്ട് ഉറപ്പിച്ചോ. ഞാൻ ഇത് തീരണ്ടേ, ഇതിനൊരു തീരുമാനം എത്തണ്ടേ. ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? ഞാനൊരു വില പറയാം, നിങ്ങൾ എൻ്റെ ആരെങ്കിലും ഒരാളെ തീരുമാനിക്ക്. 66,666 രൂപ. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്താ പറയുന്നു? ഓം വിളിച്ചു, അൽഹംദുലില്ലാ. വാടക എങ്ങായി വാ വാ മോനെ. 66,666. നീ കയറി വാ ഇൻഷാ അല്ലാഹ്. വാ അൽഹംദുലില്ലാ. വാ മാഷാ അല്ലാഹ്. റാഹത്തല്ലേ? ബിസ്മില്ലാ. വാമനെ അൽഹംദുലില്ലാ. 66,666 രൂപ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അക്ബർ മലാർ അള്ളാഹു ഖൈർ. ലത്തീബേ ബോക്സ് നോക്കണേ, കറണ്ട് അടിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ വലിയ ഇങ്ങോട്ട്, അബറാരിയുടെ വലിയ ഇങ്ങോട്ട്. ഓനെ ഞാൻ വെറുതെ വിടത്തില്ല. ഓൻ ഇത്രയും നേരം എൻ്റെ കൂടെ നിന്നവനാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇതിന് നീ ഒരു ഹദിയ കൊടുത്താൽ മതി. ഓൻ ഇത്രയും നേരം നിന്നതല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ ഇത് ആരോടും മോനെ നീ നിന്റെ കൂടപ്പുറപ്പിനോട് പോലും പറയണ്ട. ഉണ്ടെങ്കിൽ ഉണ്ട്. എങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ? കാക്ക സുഖവായിക്ക അൽഹംദുലില്ലാ, മതി. അങ്ങനെ പോകുന്ന കച്ചവടമൊക്കെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇത് പറഞ്ഞാൽ മതി. ഉണ്ടെന്നും പറയണ്ട, ഇല്ല എന്നും പറയണ്ട. അള്ളാഹു കാത്തിരശുകുമാറാകട്ടെ. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. ഇങ്ങനെ വളർത്തിയിട്ട് പോലും യൂസുഫിനെ കൊല്ലാൻ നോക്കിയതാരാ? ഈ കൂടപ്പറപ്പ. കൊണ്ടുപോയി വാപ്പാന്റെ അടുക്കൽ കള്ളത്തരം പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി.
ഞങ്ങൾ കളിക്കാൻ കൊണ്ടുപോകുക. വാപ്പ പറഞ്ഞു ഇല്ല കൊച്ചുമോനെ വിടൂല. ഇല്ലുപ്പ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അവസാന പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിയുകയാ. നീ ഒരുത്തൻ കാരണമാടാ. ചരിത്രം പറയുന്നവര് ഫുട്ബോൾ തട്ടുന്നത് പോലെ യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ ചവിട്ടുകയാണ്, തുഴിക്കുകയാണ്, കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുകയാണ്. എന്തിനാ സഹോദരാ? ശത്രുത വന്നിടോ, അവർക്ക് പരസ്പരം ശത്രുത വന്നിടോ. എന്നിട്ട് ഖുർആൻ പറയുന്ന മൂന്നാമത്തെ പാഠം എന്തെന്നറിയോ? യാക്കൂബ് നബിയുടെ മക്കളതാ യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊന്നിട്ട് അല്ലാഹുവേ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല, വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. പിന്നെ എപ്പോഴാണ് പോയതെന്നറിയുവോ? രാത്രിയായപ്പോ അവരെല്ലാവരും കൂടെ പിതാവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഇശാ അയ്യബുകൂ. അവര് രാത്രിയിലാണ് കരഞ്ഞുകൊണ്ട് പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വന്നത്. രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയുവോ? രാത്രിക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, മുസ്ലിമേ, പാപം ചെയ്യാൻ ഏറ്റവും കൂടുതൽ അനുഗാമിമായ സമയം രാത്രിയായോ? രാത്രിയായ സ്വഭാവം മാറുമടോ. രാത്രിയായ സ്വഭാവം മാറുകയാണ്. പകല് മുഴുവനും മാന്യനാണ്, പകല് മുഴുവനും മാന്യനാണ്. രാത്രിയായി കഴിഞ്ഞ മനുഷ്യന്റെ സ്വഭാവം മാറുകയാണ്. കാരണം ഇബ്ലീസ് ഇറങ്ങുന്ന സമയമാണ്. പാപം ചെയ്യാനുള്ള, തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് രാത്രിയിൽ ഉണ്ടാവുകയാണ്. നിങ്ങൾ നായെ കാണാറില്ലേ? ശാന്തമായിട്ടത് കിടക്കും പകല്. രാത്രിയായ ഏത് വണ്ടിയുടെ പുറകിലും അത് കുരച്ചുകൊണ്ട് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ മനുഷ്യന് തെറ്റു ചെയ്യാനുള്ള ഒരു ഗുണം, സ്വഭാവം ഉണ്ടാവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ടാണ് നബിതങ്ങളെ പറഞ്ഞത്, സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, വൈകുന്നേര സമയമായ നിങ്ങളെ മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാ, വൈകുന്നേരമായ, മഗ്രിബിന്റെ സമയമായ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായ നിങ്ങളെ മക്കളെ പുറത്തു വിടല്ലേ, പെണ്ണുങ്ങളെ പുറത്തിറങ്ങല്ലേ എന്ന് നബി തങ്ങൾ അവിടെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരമാകുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങുകയാണ്. പകല് മുഴുവനും കിടന്നുറങ്ങിയിട്ട് രാത്രിയാകുമ്പോ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്, അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവേ, രാത്രി 1 മണിക്ക് 2 മണിക്ക് വീട്ടിൽ കയറി വന്ന് വിളിച്ചുണർത്തുന്നത് ശല്യമായത് കാരണം മാതാവ് താക്കോല് തന്റെ മകന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാ. എപ്പോ വേണമെങ്കിലും ഒന്ന് തുറന്നു കയറിക്കോ. അല്ലാഹുവേ, മക്കളെ അടിച്ചു വിട്ടിരിക്കുന്ന കാലമാ. മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, അവര് തെറ്റ് ചെയ്യുകയാണ്, മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി അകപ്പെടുകയാണ്. പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, പണ്ടുള്ളവര് നേരത്തെ കാലത്തെ 10 മണിയായാൽ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന ഒരു കാലമുണ്ടായിരുന്നു. 10 മണിക്ക് ശേഷം വീടിന്റെ പുറത്തിറങ്ങണമെങ്കിൽ റമദാൻ മാസം വരണമായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വഅദ് വരണമായിരുന്നു. എങ്കിലാണ് പടച്ചവനെ നമ്മളൊക്കെ രാത്രിയിലൊന്ന് പുറത്തിറങ്ങിയിരുന്നത്. എന്നാ പടച്ചവനെ, മംഗലാപുരത്തൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കടോ. പാതിരാത്രിയാകുമ്പോ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. 18ഉം 20ഉം വയസ്സുള്ള ആണാകട്ടെ പെണ്ണാകട്ടെ, പടച്ചവനെ, ടൗണുകളിലൂടെ കറങ്ങി നടക്കുകയാ. ഏത് കടയിൽ പോയാലും പടച്ചവനെ, ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ, കാസർഗോഡ് നിന്ന് വഴുത കഴിഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വരുമ്പോ വെളുപ്പാങ്കാലം 2 മണി കഴിഞ്ഞു സഹോദരാ, 2 മണി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരു ഹോട്ടലിലേക്ക് കേറുമ്പോ
ആ ഹോട്ടലിൽ 2 മണിക്ക് 3 മണിക്ക് ഭക്ഷണം കഴിക്കാറ് ആ ഹോട്ടലിന്റെ പരിസരത്ത് കൂടിയിരിക്കുന്നത് മുഴുവനും ചെറുപ്പക്കാരാ. 18ഉം 20ഉം വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. പ്രായമുള്ളവരെ ഒരാളെയും കാണാനില്ലടോ. ഞാൻ അപറാരി എന്റെ കൂടെയുണ്ട്. ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദേ ഈ ചെറിയ മക്കളൊക്കെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നല്ലോ. എന്നോട് പറഞ്ഞു അതൊക്കെ ഒരു ഫാഷനാണെന്ന്. ഇന്നൊക്കെ അതൊരു ഫാഷനാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഉമ്മയും ബാപ്പയും വീടിന്റെ അകത്ത് കടന്നുറങ്ങുമ്പോ മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർക്ക് ലൈസൻസ് ഇല്ലടോ. അടിച്ചു വിട്ടതുപോലെ അവരിങ്ങനെ നടക്കുകയാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥയില് ഇന്നത്തെ യുവതലമുറ അഴിച്ചു വിട്ടിരിക്കുകയാ. പെങ്ങളെ, ആൺകുട്ടികൾ നടക്കുന്നതിലൊരു കാരണം പറയാ. ഈ പെൺമക്കൾ എങ്ങനാ ഇറങ്ങി നടക്കുന്നത്? ഈ പെൺകുട്ടികൾ എന്തിനാ പാതിരാത്രി ഇങ്ങനെ നടക്കുന്നത്? വല്ലാത്ത സങ്കടം തോന്നാറുണ്ടല്ലോ. ഞാനിങ്ങനെ നോക്കിയപ്പോ അതിലിരിക്കുന്നതിൽ 99% മുസ്ലിമീങ്ങളാ. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമ്പോ വെളുപ്പാങ്കാലത്ത് 2:30 3 മണി എങ്ങാണ്ടായി. വിശക്കുന്ന ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടക്കകത്ത് കയറിയപ്പോ കാലുകുത്താൻ സ്ഥലമില്ല. എല്ലാം മുസ്ലിം ഫർദ ഇട്ടത്, ആണും പെണ്ണും മാത്രം ചെറുപ്പക്കാര് 2 മണിക്ക് 3 മണിക്ക് അടിച്ചു വിട്ടതുപോലെ ഇങ്ങനെ നടക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. കാരണം നമ്മുടെ മക്കൾ കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. ഇന്നലെയും കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവര് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 16 വയസ്സുകാരനാ കൊന്നുകളഞ്ഞത്. അവര് തമ്മിലുള്ള പീഡന വിവരം വീട്ടിൽ പറയും, ഉമ്മാനോട് പറയുമെന്ന് പറയുമ്പോൾ കൊന്നുകളയുന്നു. ഒന്നാലോചിച്ചു നോക്കിയേ, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയും. അതിന്റെ പ്രായം ഒന്ന് ചിന്തിച്ചു നോക്കണോ. ചെറിയ മക്കൾ ഇന്ന് കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു മനസ്സുള്ളവരായി മാറുന്നു. അവരാരെയും പടച്ചവനെ, ആണും പെണ്ണിന്റെയൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തോ ഈ അല്ലാഹുവിന്റെ ദീൻ പറയുന്നവനെ പരിഹസിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ഒരു കാലഘട്ടമാ. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാൻ നീ നിലനിർത്തി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരികയാ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ മനസ്സുണ്ടോ സഹോദരാ? അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം കൊടുക്കാനുള്ള മനസ്സാണ് വേണ്ടത്. പടച്ചവനെ, ഒരാളും വെറുതെ കൊടുക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്രയെല്ലാം അപകടങ്ങളാണോ കാണുന്നത്. ഇന്നലെ പടച്ചവനെ, ഇന്ന് വെളുപ്പാങ്കാലത്ത് നിങ്ങളുടെ ഈ റോഡിൽ ഞങ്ങൾ വരുമ്പോ ഒരു വണ്ടിയുടെ ടയർ ഊരിപ്പോയിട്ട് തീ കത്തുന്ന ഒരു രംഗമാണ് കാണുന്നത്. പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് എന്റെ കൂടെയുള്ളവരിറങ്ങി ഓടിപ്പോയി. പടച്ചവനെ, ഇപ്പൊ അബറാരി ഫോണിൽ കാണിച്ചു തന്നു ഒരു ബസ് നിന്ന് കത്തുന്ന വീഡിയോ. എന്തെല്ലാം അപകടങ്ങളാണോ, എന്തെല്ലാം അപകടങ്ങളാണ് കാണുന്നത്. മാരകമായ രോഗം. പടച്ചവനെ, ഹമീദ് കാട വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോ ഒരു ചെറിയ മകനുമായി ഒരു പിതാവ് കടന്നു വന്നു. ഒരു ചെറിയ മകനുമായിട്ട് തന്റെ പൊന്നാര മകനെ എടുത്തു കൊണ്ടുവന്നു. എന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമകൻ മിണ്ടാറില്ല, നടക്കാറില്ല. അവന്റെ കണ്ണുകൾ മാത്രം ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. ഒരപകടം പറ്റിയതാ. കണ്ണു മാത്രം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. തന്റെ പൊന്നാര മകനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരപകടം പറ്റിയിട്ട് തന്റെ പൊന്നാര മകന്റെ കണ്ണു മാത്രം അനങ്ങുകയാണ്. അവൻ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. എത്ര പേരാണെന്ന് പടച്ചവനെ ദുആ വസിയ്യത്ത് ചെയ്ത് കടന്നു വന്നത്. ഉസ്താദേ, കണ്ണിന്റെ കാഴ്ചയില്ല, ചെവി കേൾക്കുന്നില്ല. വളരെ സങ്കടമായ
അവസ്ഥയില് ഓരോരുത്തരും എന്ന് പറയുന്നു ക്യാൻസർ രോഗം. ഇതിന്റെ പരിസരത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോയടോ. ഒരു ഉമ്മാനെ കണ്ടു. എനിക്കിരിക്കാൻ കസേര കൊണ്ടുവന്ന് വെച്ചോ. എനിക്കവിടെ ഇരിക്കാൻ തോന്നിയില്ല. കാരണം ആ ഉമ്മാനെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. എല്ലും തോലുമായിട്ടൊരുമ്മ. ആ ഉമ്മയുടെ കണ്ണ് നിറയുന്നത് കണ്ടു. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞടോ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നിങ്ങളുടെ മുമ്പിലേക്ക് സംഘാടകർ കടന്നു വരികയാണ്. റജബിന്റെ രാത്രിയാണ്, റജബിന്റെ അവസാനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു തന്നതിൽ നിന്നൊരു സദഖ എടുക്കണോ. അല്ലാഹു തന്നതിൽ നിന്നൊരു സദഖ എടുക്കണോ. ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. പെങ്ങളെ, അപകടങ്ങൾ മാറുമടോ, ദുരന്തങ്ങൾ മാറുമടോ. പടച്ചവനെ, മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമടോ. പെങ്ങളെ, ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, വേദന മാറുന്നില്ല, ഇനി കാണിക്കാൻ ഒരു ഡോക്ടറുമില്ല. സങ്കടം പറയുന്ന ഉമ്മ, വേദന മാറാൻ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ കയ്യിലിരിക്കുന്ന ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ഒരു സദഖ എടുത്തിട്ട് പടച്ചവനോട് പറയണമെന്ന്, അറുത്ത് മുറിക്കരുത് പടച്ചവര്. ക്യാൻസർ തരല്ലേ തമ്പുരാന്, ട്യൂമർ നൽകല്ലേ തമ്പുരാന്, കിഡ്നി രോഗം തരല്ലേ പടച്ചവര്, ശരീരം തളർത്തിക്കിടത്തല്ലേ പടച്ചവര്. അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ എന്ന ഒരു നല്ല നീയത്തോടെ സദഖ എടുക്കോ. ഒരാളും കൊടുക്കാതെ ഇരിക്കല്ലോ. പെങ്ങളെ, നല്ല കാര്യത്തിന് വേണ്ടിയല്ലോ. സഹോദരാ, നല്ല കാര്യത്തിന് വേണ്ടിയല്ലോ. ലക്ഷങ്ങൾ കൊടുത്താ മാറാത്ത രോഗങ്ങൾ മാറാനുള്ള ഒരു വഴിയല്ലോ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കോ. നാദാ, മനസ്സ് കൊടുക്കണേ അല്ലാ, മനസ്സ് കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവനവന്റെ കയ്യിലുള്ളത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്തെല്ലാം രോഗങ്ങൾ നമ്മൾ കാണുന്നടോ. എടോ, ഇന്ന് മാരകമായി രോഗങ്ങൾ പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതിപ്പോ ബക്കറ്റുമായിട്ട് പോയില്ലേ? ബക്കറ്റില്ലേ? ബക്കറ്റില്ലേ? ഇതാ പൈസ ബക്കറ്റ് കൊണ്ടുപോയിച്ച. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടോ? അങ്ങോട്ട് പെട്ടെന്ന് പോക്കോ. സ്റ്റേജിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് തന്നെ പോ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു
അള്ളാഹു സ്വീകരിക്കുമാറാ. എല്ലാവരും അൽഹംദുലില്ലാ മനസ്സറിഞ്ഞു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാത്രിയായി കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം നല്ലതല്ല. അത് വഴിതെറ്റിപ്പോകാൻ കാരണമാകും. ഇബ്ലീസ് ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, വൈകുന്നേര സമയത്ത് നിങ്ങൾ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന 4ാമത്തെ കഥ എന്താ? 4ാമതായിട്ട് യാക്കൂബ് നബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമതായി നമുക്ക് പറഞ്ഞു തരുന്നത്, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് മടുത്തോ? 12 മണിയായി. മടുത്തോ? ഞാൻ 12 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചിലരൊക്കെ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. നിർത്താറായെങ്കിൽ നിർത്താറായെന്ന് പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ബക്കറ്റ് പിരിവെടുക്കാൻ പറയുമ്പോൾ, കൊടുക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നവർ, ഇവിടെ ബക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ അള്ളാഹുവില്ലേ പണം. പടച്ചവനല്ലേ സമ്പത്തൊക്കെ കൊടുക്കുന്ന. അള്ളാഹു ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കും. പടച്ചവനെ അതിങ്ങനെ തേടിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ഇത് കൊടുത്താലേ അള്ളാഹു കൂട്ടിത്തരത്തുള്ളൂ. ഒരാൾ കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. കൊടുക്കുന്നതിനനുസരിച്ച് വർദ്ധിപ്പിച്ച് നമ്മൾ അതിന്റെ പുറകെ തേടി നടന്ന ഉള്ളത് കൂടെ പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, കൊടുത്ത അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് പഠിപ്പിച്ച്. അതുകൊണ്ട് ഉള്ളത് കൊടുക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് പറഞ്ഞുകൊടുത്ത 4ാമത്തെ കാര്യം, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ വളരെ നാട് മുഴുവനും വല്ലാത്ത പ്രയാസവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമായപ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തൊരു നല്ല ഭരണാധികാരി വന്നു എന്നറിയുകയാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നല്ല ഭരണാധികാരി വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിടുകയാ, രാജകൊട്ടാരത്തിലേക്ക്. യാക്കൂബ് നബി തന്റെ മക്കളെ എല്ലാവരെയും രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. തന്റെ മക്കളോട് യാക്കൂബ് നബി കൊടുത്ത ഒരു ഉപദേശം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നു, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്ത വലിയ ഒരു ഉപദേശം എന്താ? വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരികാ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത്. നിങ്ങൾ പല പല വാതിലിലൂടെ വേണം നിങ്ങൾ കൊട്ടാരത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ. യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കടന്നു പോകാതെ മറ്റുള്ള വാതിലുകളിലൂടെ വേണം, എല്ലാവരും വ്യത്യസ്ത വാതിലുകളിലൂടെ വേണം കയറി പോകാൻ എന്ന് യാക്കൂബ് നബി അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞു കൊടുത്തത്? യാക്കൂബ് നബി പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവരെ മഹത്തുക്കളെ പഠിപ്പിക്കുകയാ. മഖാഫത്തു ഇസ്ബാത്തിൽ ഐനി, തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് മഹാനായ യാക്കൂബ് നബി അവിടെന്ന് ഭയപ്പെട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം എത്രയാണെന്ന് നമുക്കറിയുമല്ലോ. ഈജിപ്തിലെ രാജകുമാരിയായ പടച്ചവനെ, ഈജിപ്തില് മഹാനായ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, കൊട്ടാരത്തിന്റെ അകത്തുകൂടെ നടന്നു പോകുമ്പോ കയ്യിലിരിക്കുന്ന കത്തികൊണ്ട് അറിയാതെ പെണ്ണുങ്ങൾ അവരുടെ കൈവിരലുകൾ പോലും മുറിച്ചു എന്ന് ചരിത്രം പറയുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ ഒന്ന് ചിന്തിച്ചു നോക്കടോ. യൂസുഫ് നബിയുടെ മക്കളെല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ ഒന്നിനു പിറകെ ഒന്നായി
ഒന്നിന് പുറകെ ഒന്നൊന്നായി എല്ലാവരും കൂടെ വാതിലിലൂടെ ഒരേ വാതിലിലൂടെ ഇങ്ങനെ കേറിപ്പോയാ ഏതൊരു മനുഷ്യനും ഒന്ന് നോക്കി പോകുമല്ലോ, ഏതൊരു മനുഷ്യനും ഒന്ന് നോക്കി പോകുമല്ലോ. അതുകൊണ്ട് യാക്കൂബ് നബി പറയുകയാ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ ഒരു വാതിലിലൂടെ കേറരുത്, പല പല വാതിലുകളിലൂടെ നിങ്ങൾ കേറിപ്പോയാ പടച്ചവനെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടില്ലല്ലോ. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടാതിരിക്കാനാണെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. യൂസുഫ് നബിയുടെ ഗ്ലാമർ നമുക്കറിയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾക്കൊപ്പമുള്ള സൗന്ദര്യം ചിന്തിച്ചു നോക്കിയേ. യൂസുഫ് നബിയുടെ കൂടപ്പിറപ്പുകൾ മുഴുവനും ഒരേ വാതിലിലൂടെ കയറി പോകുമ്പോൾ ഒരേ അച്ചുപോലെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കും, ആരായാലും ഒന്ന് നോക്കിപ്പോകും. അപ്പൊ ആ കണ്ണ് തട്ടുന്നതിന് ഭയന്നുകൊണ്ടാണ് മക്കളോട് പറയുന്നത് വേറെ വേറെ വാതിലിലൂടെ കയറിപ്പോകാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണേറെന്ന് പറയുന്നത് സത്യമാ, കണ്ണ് തട്ടുക എന്ന് പറയുന്നത് സത്യമാ. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പുലർത്തേണ്ട ഒരു കാര്യമാണ്. എത്രത്തോളം സൂക്ഷ്മത പുലർത്തണം കണ്ണ് തട്ടുന്നതിനെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലൈനു ഹക്കുൻ, കണ്ണീർ സത്യമാ. നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, കണ്ണീർ എന്ന് പറയുന്നത് സത്യമാണ്, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബാത്റൂമിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ണാടി ഒന്ന് കണ്ടു. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നീ തന്നെ പറയാൻ പാടില്ല, പടച്ചവൻ ഇത്തിരി വെളുത്തിട്ടുണ്ടോ, ഇത്തിരി സൗന്ദര്യമുണ്ടോ, നീ തന്നെ പറയാൻ പാടില്ല. നിന്റെ മുഖം ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് നീ തന്നെ നിന്നെ കുറിച്ച് പറയാൻ പാടില്ല. കാരണം നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, കണ്ണെന്ന് പറയുന്നത് അൽ ഉയൂനു സലാസ്, 3 രീതിയിലാണ് കണ്ണുകളുള്ളത്, 3 രീതിയിലാണ് കണ്ണ്. ഒന്നാമത്തെ കണ്ണ് അൽ ഐനുൽ ഹാസിദ, അസൂയയുടെ കണ്ണ്. ഒന്നാമത്തെ കണ്ണെന്ന് പറഞ്ഞാൽ അസൂയയുടെ കണ്ണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു നിഅമത്ത്. ഇപ്പം ഹമീദ് സാഹിബിനെ പോലെ ആകണമെന്ന് അള്ളാഹുവെ അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിറാജ് ഉസ്താദിന് വഅദ് പറയാനുള്ള കഴിവുണ്ട്, അബറാരിക്ക് വഅദ് പറയാനുള്ള കഴിവുണ്ട്. അള്ളാഹു എനിക്കും അതുപോലെയുള്ള കഴിവ് തരണേ എന്ന് പറയുന്നത് അസൂയല്ല. പക്ഷെ ഈ ഹസദ് എന്ന് പറയുന്നത് അള്ളാഹ് അവന് കൊടുത്ത നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക. അവനൊന്ന് എത്തീങ്കാനയിലായാൽ മതി പടച്ചവന്, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കണ്ണ് അസൂയയുടെ കണ്ണ്, അള്ളാഹു ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.